ചില ആളുകൾ നമ്മളുടെ അടുത്ത് വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, പക്ഷേ നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്കതിന് ഉത്തരം കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതിന് പല കാരണങ്ങൾ കാണും. ഒരു പക്ഷേ അവർ ചോദിക്കുന്ന ചോദ്യം നമ്മുടെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതാവാം. അപ്പോൾ അത് തികച്ചും പേഴ്സണൽ ആയതുകൊണ്ട് നമുക്കത് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അല്ലെങ്കിൽ അതൊരു രഹസ്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കാം, അത് പരസ്യമാക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്താ പറയുക, വേറൊരാളടുത്ത് നിന്ന് നമ്മൾ പ്രോമിസ് വാങ്ങിയിട്ട് നമ്മൾ അറിഞ്ഞു വെക്കുന്ന ഒരു കാര്യമായിരിക്കും. അതെങ്ങനെയാണ് നമ്മൾ വേറൊരാളോട് പറയുക? ഒരാൾ ചോദിക്കുമ്പോൾ പറ്റില്ല. ചില കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ വന്ന് നമ്മളടുത്ത് ചോദിക്കും, പക്ഷെ അതിന് ഉത്തരം കൊടുത്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം അതിനെ നമുക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യവും വരും. ഓക്കെ, ഇനി അതല്ല, ഒരാൾ ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് അപ്പോൾ ഉത്തരം പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അതായത് നമ്മൾ പറയില്ലേ, അയ്യോ അത് പിന്നെ നോക്കാം എന്നുള്ളൊരു ഇത് നമ്മൾ പറയില്ലേ. ഓക്കെ, അപ്പം ഇങ്ങനെ പല 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 സാഹചര്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്ന് നോക്കാം. നമുക്ക് എങ്ങനെയാണ് അപ്പോൾ വളരെ പൊളൈറ്റായിട്ട് തന്നെ അവർക്ക് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിൽ ആദ്യത്തെ സാഹചര്യം, ചിലവർ നമ്മളടുത്ത് വന്നിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കതിന് ഉത്തരം കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതായത് അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല, അതിൽ തലയിടാൻ വലിയ താല്പര്യമില്ല. അതായത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. പക്ഷെ അത് നല്ല വൃത്തിക്ക് നമുക്ക് എങ്ങനെ പറയാം? നോ കോമെന്റ് എന്ന് പറയാം. അതായത് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ചോദ്യമാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പറയുക? ആദ്യം ഒരു സോറി പറയുക അല്ലേ, പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സോറി പറയുക. യെസ്, ഐ എം സോറി, ദാറ്റ്സ് പേഴ്സണൽ. ഐ എം സോറി, ദാറ്റ് ഈസ് പേഴ്സണൽ. അത് പേഴ്സണലാണ്, ഒരു നിർവാഹമില്ല. അപ്പോൾ രഹസ്യമായിട്ടുള്ളൊരു കാര്യമാണെങ്കിലോ എങ്ങനെ പറയും? ഈ സോറി വീണ്ടും പറഞ്ഞേക്ക്. ഓക്കെ, സോറി, ദാറ്റ് ഈസ് കോൺഫിഡൻഷ്യൽ. ഓക്കെ, അതെന്താണ്, ഒരു സീക്രട്ടായിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് കോൺഫിഡൻഷ്യൽ. ഇനി വേറൊരാൾ നമ്മളോട് പ്രോമിസ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ആരോടും പറയരുത് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ ആം നോട്ട് അറ്റ് ലിബർട്ടി ടു സേ എന്ന് പറയാം. ഐ ആം നോട്ട് അറ്റ് ലിബർട്ടി ടു സേ. ലിബർട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഫ്രീഡം എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതായത് എനിക്കത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്ന് വെച്ചാൽ ഈ ഇപ്പോൾ നമ്മൾ പ്രോമിസ് കൊടുത്തോണ്ട് തന്നെ അതെനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഐ ആം നോട്ട് അറ്റ് ലിബർട്ടി ടു സേ എന്ന് പറയാം. ഇനി അയാൾ ഒരിക്കലും അത് ചോദിക്കാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പൊളൈറ്റ്നെസ് ഒക്കെ വിടുക, എന്നിട്ട് പറയുക ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം വൈ ഡു യു വാണ്ട് ടു നോ? നീ എന്തിനാ അത് അറിയുന്നേ? എന്ത് കാര്യമാണ് ഉള്ളത്? ഓക്കെ, അപ്പോൾ കുറച്ച് ഉളുപ്പൊക്കെ ഉള്ള ആളാണെങ്കിൽ പിന്നെ വന്ന് നമ്മളോട് ചോദിക്കില്ല. ഇനി അപ്പം കൊടുക്കാൻ ഉത്തരം നമ്മുടെ കയ്യിലില്ലെങ്കിൽ, നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് പറയാം വെയിറ്റ് ആൻഡ് സീ എന്ന് പറയാം. വെയിറ്റ് ആൻഡ് സീ, നോക്കാം.